الرجيم بسم الله الرحمن الرحيم جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى صدق الله العظيم اللهم ألهمني رشدي وأعذني من شر نفسي. നമ്മുടെ രാജ്യത്ത് SIR എന്ന പേരിൽ വലിയൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. രാജ്യവ്യാപകമായി ഇത്തരമൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടം നമ്മുടെ നാട്ടിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇതിന് പിന്നിലുള്ള അപകടവശങ്ങൾ അത് നാം മനസ്സിലാക്കണം. അത് അവഗണിക്കാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ വലിയ ഗൗരവത്തോടു കൂടി ഇത് മനസ്സിലാക്കുകയും ഇതിൻ്റെ മുന്നോട്ടുള്ള മറ്റ് സാധ്യതകൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരുടെയും വോട്ടർ ഐഡികൾ പുതുക്കാൻ അല്ലെങ്കിൽ വലിയൊരു പരിഷ്കരണം വരുത്താൻ വേണ്ടി ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇതുവരെ നടപ്പിലാക്കിയ ഇതര സംസ്ഥാനങ്ങളിലെ അവസ്ഥകൾ മുന്നിൽ വെച്ച് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ടായ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ ക്രമക്കേടുകൾ, അതിലെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നത് അനുസരിച്ച് തീർച്ചയായും ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഭയക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ പോലും നാം കണ്ട വലിയൊരു ക്രമക്കേട് അത് അവരുടെ കൃത്യമായൊരു അജണ്ടയായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഇത്രയധികം സമയം വേണ്ടി വന്നെങ്കിൽ അത്തരമൊരു അജണ്ട രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ നമ്മുടെ കേരളം മുഴുവനായി നടപ്പിലാക്കലാണ് അവരുടെ ശ്രമമെങ്കിൽ ഒരുപക്ഷെ ഇത് നാം തിരിച്ചറിഞ്ഞ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടാകും, എത്ര സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എന്ന് നാം ഒന്ന് ചിന്തിക്കണം. മറുഭാഗത്ത് ഇതിനു വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്ന രേഖകൾ ഒരുപക്ഷെ നമുക്കൊക്കെ ലഭിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള 40 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെയൊക്കെ ജനന സർട്ടിഫിക്കറ്റുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമൊരു തിടുക്കത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരം നടപടികൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനുള്ളിലൂടെ ഒരുപാട് പേരുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് വ്യക്തികളുടെ വോട്ടവകാശം നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ പൗരത്വം പോലും നഷ്ടപ്പെടുത്താനുള്ള ഒരു അജണ്ടയാണോ ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് നാം തീർച്ചയായും ഭയക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ഒരു ഭയം നമുക്കുണ്ടാകേണ്ടത് തന്നെയാണ്. അത്തരം ഒരു വശം കൂടി നാം ഇതിന് തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ലക്ഷ്യങ്ങളായാലും ഇത്തരം ഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്, ഒരു ഭാഗത്ത് നമുക്ക് മുന്നിലുള്ള സമയം എത്രയാണ്, ആ സമയത്ത് നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കി വച്ചിരിക്കണം.
അടുത്ത ഫെബ്രുവരി 7 പുതിയ വോട്ടർ ലിസ്റ്റ്, പുതിയ ഒരു പട്ടിക പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ എൻ്റെയും ഞാനുമായി ബന്ധപ്പെട്ടവരുടെയും പേര് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് മുന്നിലുള്ള ഈ 3 മാസം, ഈ ഓരോ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായി പഠിച്ച് അത് ശരിയായ രീതിയിൽ ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ അതിനുള്ള രേഖകൾ കൊണ്ടുവന്ന് തരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അറിവുകൾ ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഒരു അല്പമെങ്കിലും ശ്രദ്ധയോടെ, അല്പമെങ്കിലും ഗൗരവത്തോടെ ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ കൃത്യമായ നടപടികൾ എടുക്കാനും കൃത്യമായി നമ്മുടെ ഭാഗം ശരിയാക്കി വെക്കാനുമുള്ള മാർഗങ്ങൾ ഇന്ന് സുതാര്യമാണ്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും നാം നൽകേണ്ട രേഖകൾ, നാം പൂരിപ്പിക്കേണ്ട ഫോമുകൾ അത് കൃത്യമായി പൂരിപ്പിച്ച് നൽകുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജ്യത്തുള്ള ഓരോ മുസ്ലിം പൗരനും ഇത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവരെന്ത് ലക്ഷ്യത്തിൽ ഇത് നടപ്പിലാക്കിയാലും നമ്മുടെ ഭാഗം കൃത്യമായിരിക്കണം. നാം ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടാകണം. ഇത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതിനുവേണ്ടി നമുക്ക് സഹായകരമാകാവുന്ന പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്ബോധന ക്ലാസുകൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന അറിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനു വേണ്ട രേഖകൾ ശരിയായ രീതിയിൽ തയ്യാറാക്കി വെച്ച് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഭാഗം പൂർണ്ണമായും ശരിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭാവിയിൽ ഒരു സമയത്ത് നമ്മുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ അതിനുമപ്പുറം നമ്മുടെ വരും തലമുറയിൽ ആർക്കെങ്കിലും ഇതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതിനോ നമ്മുടെ അശ്രദ്ധ കാരണമാകാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് നാം ചെയ്യേണ്ടത്, ഈ ഒരു ഘട്ടത്തിൽ നാം എന്തൊക്കെ ചെയ്യണമെന്നത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടവരോട് അതിൻ്റെ സഹായം, അതിനു വേണ്ട സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 100% നമ്മുടെ ഭാഗം വ്യക്തമായും ശരിയാക്കി വെക്കാൻ നാം വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. ഇതിനോടൊപ്പം മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായ മറ്റൊരു വശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ ഇത്തരമൊരു സാഹചര്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു ഗൗരവകരമായ ഒരു കാര്യം, ഇതുപോലൊരു പരീക്ഷണം, ഇതുപോലൊരു പരിശോധന നമ്മുടെ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു പരിശോധന നമുക്ക് മുന്നിൽ വരാനുണ്ട്. മഹ്ശറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടമുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികളെ നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തുന്ന വലിയൊരു ഘട്ടം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മുടെ രേഖയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെച്ച അമലുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെച്ച ഓരോ അമലുകളും, നന്മയും തിന്മയുമായ മുഴുവൻ അമലുകളും അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രവർത്തകരായ മലക്കുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതെന്തൊരു രേഖയാണിത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതോ വലുതോ ആയ നന്മയോ തിന്മയോ ആയ ഒരൊറ്റ ഒരു കാര്യം പോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ റബ്ബേ എന്ന് ഓരോ മനുഷ്യനും അത് വായിച്ച് അത്ഭുതപ്പെടുന്ന ഒരു രംഗമുണ്ടെന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്നു. അത്തരമൊരു രേഖ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത മുഴുവൻ അമലുകളും, ചെറുതും വലുതുമായ നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഒരു രേഖ നമ്മുടെ കയ്യിൽ കിട്ടും. ആ രേഖ പരിശോധിച്ചിട്ട് നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഈ ഒരു രേഖ മുൻനിർത്തിയാണോ അള്ളാഹുവെ എൻ്റെ ഭാവിയിലുള്ള ജീവിതം തീരുമാനിക്കാൻ പോകുന്നതെന്ന്.
ആ ഒരു രേഖ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും അവിടെ പൗരത്വം കൊടുക്കുകയാണ്. ഒന്നുകിൽ കാലാകാലമായ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ കാലാകാലമായ നരകത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുടെ കേന്ദ്രമായ, അള്ളാഹുവിന്റെ കോപത്തിന്റെ മുഴുവൻ അവസാന വാക്കായ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഒരു മനുഷ്യന് അവിടെ വെച്ച് സെലക്ഷൻ നൽകപ്പെട്ടാൽ, ബഹുമാനികളെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖാലിദീന ഫീഹാ അബദ, അവനതിൽ ശാശ്വതമായ പൗരത്വമാണ് ലഭിക്കുക. ഒരിക്കലും അവസാനിക്കാത്ത ഒരു അംഗത്വമാണ് നരകത്തിൽ അവന് ലഭിക്കുക. ആ ഒരു അംഗത്വമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, നമ്മുടെ രേഖകൾ മുന്നിൽ വെച്ച് ആ ഒരു പൗരത്വമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ബഹുമാനികളെ, അവിടെ പിന്നെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. ഇവിടത്തെ പൗരത്വം എങ്ങാനും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന മുഴുവൻ ഭവിഷ്യത്തുകളും ചിന്തിച്ചാലും അതിനെല്ലാം അവസാനം ഒരു മരണമുണ്ടല്ലോ എന്നത് ഒരുപക്ഷെ സമാധാനമാണ്. മരണത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒരു സമാധാനമാണ്. എന്നാൽ നരകവാസികളുടെ അവസ്ഥയെക്കുറിച്ച് സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം വിശ്വാസികൾ ഓരോരുത്തരും, ഈമാൻ മനസ്സിലുള്ള ഓരോ മനുഷ്യനും അവന്റെ മനസ്സിനെ കുലുക്കുന്ന ഒരു രംഗമാണ് സൂറത്തു സുഖ്റുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. നരകവാസികൾ നരകത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മലക്കിനോട് വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കഠിന സ്വഭാവക്കാരനായ, കരുണയുടെ ഒരംശം പോലും മനസ്സിലില്ലാത്ത നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നരകവാസികൾ ചോദിക്കുകയാണ്, യാ മാലിക് ലിയഖ്ളി അലൈനാ റബ്ബുക്, മാലിക്, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ അള്ളാഹുവിനോട് പറ, ഞങ്ങളുടെ ഈ ദുരിതങ്ങളൊന്ന് തീരാൻ, ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊന്ന് അവസാനിക്കാൻ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ നിന്റെ റബ്ബിനോട് പറ എന്ന് നരകവാസികൾ വിളിച്ച് മാലിക്കിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് മാലിക് എന്ന മലക്ക് അവരുടെ വിളി കേൾക്കുന്നത്, അവരെ ഒന്ന് പരിഗണിക്കുന്നത്. എന്നിട്ട് മാലിക് പറയുന്ന മറുപടി, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മരിക്കാൻ പോലും സാധിക്കില്ല, നിങ്ങൾ ഇവിടെ കാലാകാലം ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവർക്കതിൽ മരിക്കാനും സാധിക്കില്ല, എന്നാൽ നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കില്ല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലി ഇങ്ങനെ ആ നരകത്തിൽ കിടന്ന് ഉരുകി നശിച്ചു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ പുതിയ തൊലി നൽകുകയാണ്. ആ നരകത്തിന്റെ മുഴുവൻ ശിക്ഷയും അവർ പൂർണ്ണമായി ആസ്വദിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ബഹുമാനികളെ, ഇത്ര കഠിനമായ ഒരു രംഗം, ഇത്ര കഠിനമായ ഒരു നരകത്തിന്റെ രംഗം നമുക്ക് മുന്നിൽ വരാനുണ്ട്. മറുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളുടെ രേഖകൾ പരിശോധിച്ചിട്ട് അവിടെ എങ്ങാനും നാം വിജയിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗം, ബഹുമാനികളെ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ, അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഖാലിദീന ഫീഹാ അബദ, അവർക്കതിൽ ശാശ്വതമായ അംഗത്വം ലഭിക്കും, ശാശ്വതമായ പൗരത്വം ലഭിക്കുമെന്നുള്ളതാണ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നിൽ ചെയ്യുന്ന ഒരു വിളംബരമുണ്ട്. ആ വിളംബരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇന്നലക്കും അൻ തഹ്യു ഫലാ തമൂതു അബദ, നിങ്ങൾക്കിവിടെ ജീവിക്കാം, ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല, ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങളിവിടെ കാലാകാല ജീവിതത്തിനാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഈ ജീവിതം അവസാനിക്കുകയില്ല, നിങ്ങൾക്കിവിടെയുള്ള അംഗത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, നിങ്ങളെ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയില്ല, ഈ അനുഗ്രഹത്തിന്റെ ലോകത്ത് നിങ്ങൾക്ക് കാലാകാലം ജീവിക്കാവുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവാസികൾക്ക് അതുവരെയുള്ള മുഴുവൻ അനുഗ്രഹങ്ങളിലും ഏറ്റവും വലിയ അനുഗ്രഹമായി, ഏറ്റവും വലിയ സന്തോഷമായി അനുഭവപ്പെടുന്നത് ഈ ഒരു വിളംബരമായിരിക്കും. അതേസമയം നരകവാസികൾക്ക് അതുവരെയുള്ള ശിക്ഷകളിൽ ഏറ്റവും കഠിനമായ ശിക്ഷയായി, ഏറ്റവും വലിയ വേദനയായി, ഏറ്റവും വലിയ ദുഃഖമായി അനുഭവപ്പെടുന്നതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വിളംബരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. അതുകൊണ്ട് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്
മരണത്തോടുകൂടി ആരംഭിക്കുന്ന വലിയൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. അവിടെ ലോകാരംഭം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ വെച്ച് മുഴുവൻ മനുഷ്യരുടെയും അമലുകളുടെ രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ച് ഓരോരോ മനുഷ്യനെയും അല്ലാഹു ഒറ്റയ്ക്ക് വിളിച്ച് അവന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളെ കുറിച്ചും ചോദ്യം ചെയ്തിട്ട് അവന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും അടങ്ങുന്ന ആ രേഖ പരിശോധിച്ചിട്ട് ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് നൽകുന്ന ഒരു പൗരത്വമുണ്ട്, ഒരു അംഗത്വമുണ്ട്. ആ പൗരത്വം നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ സ്വർഗത്തിലേക്കുള്ള അംഗത്വമാണോ നമുക്ക് ലഭിക്കുന്നത്, അതോ അവിടെ വെച്ച് നരകത്തിലേക്കുള്ള കാലാകാല പൗരത്വം വാങ്ങിക്കൊണ്ട് പോകേണ്ട അവസ്ഥയിലാണോ നമ്മുടെ അമലുകൾ എത്തിയിട്ടുള്ളത് എന്ന് നാം ഇത്തരം ഒരു ഘട്ടത്തിൽ പരിശോധിക്കണം. നമ്മുടെ ഈ രാജ്യത്തുള്ള പൗരത്വം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള രേഖകൾ നാം പരിശോധിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ തേടിയെടുത്ത് അത് കൃത്യമാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ, ബഹുമാനികളെ അതിനുവേണ്ടി നാം ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ, ഇതെല്ലാം നമ്മുടെ മരണം വരെയുള്ള താൽക്കാലിക ജീവിതത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണെങ്കിൽ, മരണം മുതൽ തുടങ്ങുന്ന ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളിലുള്ള കാലാകാല ജീവിതം വേണോ, അതോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിലുള്ള കാലാകാല പൗരത്വമാണോ നമുക്ക് വേണ്ടത് എന്ന് നാം പരിശോധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ഇത്തരം ഒരു ഘട്ടത്തിൽ നാം നമ്മുടെ അമലുകൾ മുൻനിർത്തി ഒന്ന് പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ, ഇന്ന് എൻ്റെ രേഖകൾ ഗവൺമെന്റിൽ പരിശോധിച്ച് എനിക്കിവിടെ പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പോലെ, നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ എൻ്റെ അമലുകളുടെ രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ സ്വർഗത്തിന് അവകാശിയാണോ അതോ നരകത്തിലേക്ക് പോകേണ്ടവനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോൾ, ആ ഒരു ഘട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന പൗരത്വം, ആ ഒരു ഘട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന അംഗത്വം എവിടത്തേതായിരിക്കും, ഞാൻ എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നത് നാം ഒന്ന് പരിശോധിക്കണം. കാരണം അവിടെ ലഭിക്കുന്ന പൗരത്വം അതൊരിക്കലും അവസാനിക്കുന്നതല്ല, അത് മരണത്തോടുകൂടി മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. കാരണം അവിടെ മരണമില്ല, അവിടെ കാലാകാലം അനുഭവിക്കേണ്ടതാണ്. അവിടുത്തെ സുഖമാണെങ്കിൽ കാലാകാല സുഖം അനുഭവിക്കേണ്ടതാണ്. അവിടുത്തെ ശിക്ഷയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷ കാലാകാലത്തേക്ക് അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ബഹുമാനികളെ, നാം ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്താൻ വേണ്ടി തീർച്ചയായും നാം ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ഉത്തരവാദിത്തം നാം വളരെ ഗൗരവത്തോടു കൂടി പൂർത്തിയാക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അമലുകൾ മുന്നിൽ വെച്ച് ഒരു വിചിന്തനം നടത്താൻ നാം തയ്യാറാകണം. ഇതുപോലൊരു ഘട്ടം എനിക്ക് ആഖിറത്തിൽ വരാനുണ്ട് എന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഓർത്തുകൊണ്ട് ആ ഒരു അമലുകളുടെ രേഖയിൽ എൻ്റെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് പൂർണ്ണമായി വിചിന്തനം നടത്താൻ നാം തയ്യാറാകണം. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു അവസരമായി നാം ഇതിനെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അത്തരം ഒരു വിചിന്തനം നടത്താൻ നാം തയ്യാറായാൽ, ആ വിധത്തിൽ നമ്മുടെ അമലുകൾ ശരിയാക്കാൻ നാം തയ്യാറായാൽ, ബഹുമാനികളെ എല്ലാവരും ആത്മാർത്ഥമായി സദഖകൾ നിക്ഷേപിക്കും. അത്തരം ഒരു മാറ്റത്തിന് നാം തയ്യാറായാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അവൻ ഈ ലോകത്തുള്ള നമ്മുടെ ഈ പ്രശ്നത്തിനും വലിയൊരു പരിഹാരം നൽകുമെന്നുള്ളത്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈമാൻ ഉൾക്കൊള്ളാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മുൻഗാമികൾക്ക് അള്ളാഹു ഈ ലോകത്ത് അധികാരം നൽകിയതുപോലെ അവർക്ക് അള്ളാഹു അധികാരം നൽകും. അള്ളാഹു അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അവർക്ക് നൽകും. അവരുടെ ഭയത്തിന് ശേഷം അക്രമികളായ രാജാക്കന്മാരെ കുറിച്ച്, അക്രമികളായ ഭരണാധികാരികളെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടപ്പിലാകുന്ന മറ്റ് നിയമങ്ങളെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ, ആ ഭയമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്.
അവരുടെ മുഴുവൻ ഭയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. ഒരൊറ്റ നിബന്ധനയാണ്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. യഥാർത്ഥമായ രീതിയിൽ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിന് മുന്നിൽ മാത്രം നമ്മുടെ അടിമത്വം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് നാം തയ്യാറായാൽ ഇത്തരം ഘട്ടത്തിലുള്ള പൂർണ്ണമായ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ തന്നിരിക്കുന്ന ഈ ഒരു പരീക്ഷണ ഘട്ടം, ഇത് നമ്മുടെ ദുന്യാവിലെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം പരിശ്രമിക്കുന്നത് പോലെ ആഖിറത്തിൽ നമുക്ക് വരാനിരിക്കുന്ന വലിയൊരു പരീക്ഷണ ഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമായി കൂടി നാം ഇതിനെ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സമ്പൂർണമായ സൗകര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഈ നാട്ടിൽ ലോകം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തസ്സോടുകൂടി നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ അമലുകൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവിടെ കാലാകാലമായ വിജയം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.